ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് +1 +2 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ +1 +2 അവരിപ്പോൾ സയൻസ് ആവാം, കോമേഴ്സ് ആവാം, ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്നവരാവും. അപ്പോൾ +2 കഴിഞ്ഞ ശേഷം ഇവർ ഏത് കോഴ്സിന് പോകുന്നോ അത് എന്തിന് ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, ഇവിടെ +1 +2 സ്കോറിന് ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞത് തന്നെ എന്താണ്, +2 +1 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ. അവരുടെ പാരൻസ് വേണമെങ്കിൽ പാരൻസിനും കാണാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സംഭവം എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ +1 +2 നമുക്ക് എത്ര മാർക്കാണോ കിട്ടിയിട്ടുള്ളത് അതിന് ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് +1 +2 ശേഷം എന്തെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഏത് കോഴ്സിനായാലും നമുക്ക് അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെന്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ +1 +2 ഇപ്പോൾ സയൻസ് എടുക്കുന്ന പിള്ളേരാണെങ്കിൽ അധികം മെഡിക്കൽ ഒരു പാരാമെഡിക്കൽ ഫീൽഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു മെഡിക്കൽ പാരാമെഡിക്കൽ ഫീൽഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അധികം പാരാമെഡിക്കൽ കോഴ്സസിനും എന്ത് വേണം, അത്യാവശ്യം നല്ല ഹൈ മാർക്ക് വേണം. അതായത് ഇപ്പോൾ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ് ഈ 4 സബ്ജക്റ്റിനെ മാക്സിമം ഫോക്കസ് ചെയ്തിട്ട് വേണം മാർക്ക് വാങ്ങിക്കാൻ. ഇപ്പോൾ ഒരു നോർമൽ സ്റ്റുഡൻസിനെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താണ് സുഖം, ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ സുഖമുള്ളത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് അറബിയോ മലയാളം അങ്ങനെ എന്തെങ്കിലും, പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും സിമ്പിളായിട്ട് വരുന്ന ഹിന്ദി അങ്ങനെ എന്തെങ്കിലും ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാവും അധികം സ്റ്റുഡൻസും എന്ത് ചെയ്യുന്നത്, നല്ല മാർക്ക് +1 +2 സ്കോർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഈ സബ്ജക്റ്റും ശ്രദ്ധിക്കണം, അതിൻ്റെ കൂടെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഈ 4 സബ്ജക്റ്റിനും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കാനും അതുപോലെ തന്നെ എക്സാം എഴുതാനും. കാരണം ഈ ഒരു 3-4 സബ്ജക്റ്റിന്റെ ബേസിലാണ് എന്ത് വരുന്നത്, നമുക്ക് ഈ LBS അപ്ലിക്കേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ കോഴ്സിന് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ മാർക്ക് നോക്കുന്നത് ഈ ഒരു 4 സബ്ജക്റ്റാണ്. അല്ലെങ്കിൽ ഈ ഒരു 3 സബ്ജക്റ്റ്, ഇംഗ്ലീഷ് ഒഴികെ ബാക്കി 3 സബ്ജക്റ്റാണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ 3 സബ്ജക്റ്റിൽ നമുക്ക് മാക്സിമം എത്രത്തോളം സ്കോർ ഉണ്ടോ അതിനനുസരിച്ച് നമ്മുടെ ഇൻഡെക്സ് സ്കോർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് ഈ 3 മാർക്കിൻ്റെയും കൂടെ പെർസെൻറ്റേജ് ചേർത്തിട്ട് എത്ര മാർക്ക് ടോട്ടൽ കിട്ടി, അതായത് 300ലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 300ൽ എത്ര പെർസെൻറ്റേജ് നമുക്ക് കിട്ടിയെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ബാക്കി അഡ്മിഷൻസ്, അലോട്ട്മെന്റ് കാര്യങ്ങളൊക്കെ LBS നടത്തുന്നത്. അതായത് ഇപ്പോൾ നഴ്സിംഗ് ഒരു പാരാമെഡിക്കൽ ഫീൽഡിലേക്ക് പോവുകയാണെങ്കിലാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഇനി ഒരു ഡിഗ്രി കോളേജാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, അപ്പോഴും നിങ്ങളുടെ ഈ ഇപ്പോൾ സയൻസ് ബേസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ അത്യാവശ്യം നല്ല ഹൈ സ്കോർ ഉണ്ടായിരിക്കണം. അതായത് ഒരു 50 അല്ലെങ്കിൽ 70% അബോവ് നിങ്ങൾക്ക് മാർക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല നല്ല കോളേജസിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ അധികം സ്റ്റുഡൻസും ട്യൂഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അവർക്ക് അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ സയൻസിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ, ഞാൻ സയൻസ് ആയിരുന്നു, അതുകൊണ്ടാണ് സയൻസിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ സയൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 1200 മാർക്കും കിട്ടിയ പിള്ളേർ ഇപ്പോൾ കൂടുതലാണ്. ആദ്യം എന്നൊക്കെ പറയുമ്പോൾ 1-2 പേര് റെയർ ആയിട്ട് നമുക്ക് കാണുള്ളായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം അധികം പേർക്കും 1200 തന്നെ കാണും. അപ്പോൾ ഇവർക്ക് എന്ത് വരാം, ഇൻഡെക്സ് സ്കോർ ചിലപ്പോൾ 300 വരാം. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ പിന്നെ കോമ്പറ്റീഷൻ ആവും. ഇതുപോലെ നല്ല ഹൈ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജ് അങ്ങനത്തെ കോളേജിലൊക്കെ ഗവൺമെന്റ് സീറ്റിന് അഡ്മിഷൻ കിട്ടുള്ളൂ. പിന്നെ പ്രൈവറ്റ് കോളേജിലാണെങ്കിലും സീറ്റ് കിട്ടണമെങ്കിൽ ഒരു 80 അല്ലെങ്കിൽ 90% മാർക്ക് ഇപ്പോൾ വേണം. കാരണം എന്ന് പറയുമ്പോൾ അധികം സ്റ്റുഡൻസിനും അത്യാവശ്യം നല്ല മാർക്കുണ്ട്, അധികം പേരും നല്ല ഹൈ മാർക്കോട് കൂടിയിട്ടാണ് പാസ്സായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും നമുക്ക് ഈ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രൈവറ്റ് കോളേജിലും നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം, അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരിക്കണം +1 +2 ബേസിൽ. അപ്പം നമ്മളിങ്ങനെ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എല്ലാവരും പറയും 10ാം ക്ലാസ്സാണ് വലിയ സംഭവം, 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിക്കണം, 10ൽ നല്ല മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാത്തിലും നല്ലപോലെ പഠിക്കാൻ പറ്റുള്ളൂ, നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. പക്ഷെ അതൊക്കെ വെറുതെ പറയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് നമ്മുടെ ഈ +1 +2 മാർക്കിനാണ്. കാരണം +1ഉം +2ഉം കൂടെ മാർക്ക് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ +2ൽ ടോട്ടൽ മാർക്ക് വരുന്നത്. ഈ ടോട്ടൽ മാർക്കിന് വെച്ചിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം കിട്ടുന്ന ഇതുപോലെ എക്സാമും കാര്യങ്ങളൊക്കെ നല്ലപോലെ പഠിച്ചിട്ട് വേണം എഴുതാൻ. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല കോളേജസിൽ അല്ലെങ്കിൽ നല്ല കോഴ്സിന് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. നല്ല മാർക്ക് വേണം, നല്ല അഡ്മിഷൻ കിട്ടും.
പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് സ്റ്റുഡൻസ് ആയാലും ഈ +1 +2 കഴിഞ്ഞിട്ട് അതായത് ഒഴുക്കിന് അങ്ങോട്ട് പോവാന്നുള്ളൊരു ചിന്ത ഉണ്ടാവരുത്. കാരണം നമുക്ക് കറക്റ്റായിട്ട് ഒരു എയിം അല്ലെങ്കിൽ ഇപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ +1 +2 കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴ്സ് എടുത്തിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളും ചിന്തകളൊക്കെ നേരത്തെ വേണം. പിന്നെ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും കോഴ്സ് ഇപ്പോൾ BSc നഴ്സിംഗ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനെപ്പറ്റി നമ്മുടെ ചുറ്റുഭാഗത്തിൽ നിന്ന് നമുക്ക് എത്രത്തോളം നോളജ് അല്ലെങ്കിൽ അറിവ് കിട്ടും, എങ്ങനെ അഡ്മിഷൻ എടുക്കണം, എത്ര മാർക്ക് വേണം, പിന്നെ നമ്മുടെ ചുറ്റിലും ആരെങ്കിലും പഠിക്കുന്നവരുണ്ടോ, സോഷ്യൽ മീഡിയയിൽ നിന്ന് എത്ര നോളജ് കിട്ടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞു വെച്ചിരിക്കണം. അപ്പം നമ്മൾ എന്താണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ +1 +2 മുമ്പേ നമ്മളൊരു എയിം അല്ലെങ്കിൽ ചെറിയൊരു ലക്ഷ്യം ഇട്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സൈഡിലോട്ട് പോകാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കോഴ്സിനെ പറ്റി കറക്റ്റ് ചോദിച്ചറിഞ്ഞില്ല, അതായത് നമുക്ക് അറിയില്ല ആ കോഴ്സിന് എന്തൊക്കെ ചെയ്യണം, എത്ര മാർക്ക് വേണം അഡ്മിഷൻ കിട്ടാൻ, എങ്ങനെ അഡ്മിഷൻ എടുക്കുന്നത്, എവിടെ നിന്ന് അഡ്മിഷൻ എടുക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരു ഇഷ്യൂ വന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ +1 +2 ഇപ്പം നമുക്ക് അറിയാത്തൊരു സ്റ്റുഡൻ്റ് ആണ്, അതായത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ +2 കഴിയുമ്പോൾ നമുക്കൊരു ലക്ഷ്യമില്ല, അതായത് ഇപ്പോൾ +2 കഴിഞ്ഞപ്പോൾ ഏതിലൊരു കോഴ്സിന് കയറണം. അപ്പം അത് ഇതെന്നുള്ള റെഫറൻസ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഒന്നുമില്ല, ഏതിലൊരു കോഴ്സിന് കയറണം ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആൾക്ക് എന്ത് സംഭവിക്കും, ചിലപ്പോൾ +1 +2 ഏതെങ്കിലും സബ്ജക്റ്റിന് മാർക്ക് കുറയും. അത് ചിലപ്പോൾ ആ മാർക്ക് കുറയുന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർക്ക് നെക്സ്റ്റ് അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഈ റാങ്ക് അല്ലെങ്കിൽ ഈ ഒരു മാർക്കിനെ ബേസ് ചെയ്തിട്ടായിട്ടും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഒഴിവാക്കാൻ മാക്സിമം നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ആ പ്ലാനിനെ പറ്റി നമ്മൾ മാക്സിമം അറിഞ്ഞിരിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ, എങ്ങനെ അഡ്മിഷൻ എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കണം. ഇനി നമ്മളിപ്പോൾ BSc നഴ്സിംഗിൻ്റെ കാര്യം പറഞ്ഞേ, അതിന് LBS ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത്. മാക്സിമം ഒരു 90% മുകളിലെങ്കിലും ഇപ്പം മാർക്ക് വേണം. 50% ആണ് ഒരു ക്രൈറ്റീരിയ പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് 90% അല്ലെങ്കിൽ 95 അബവ് ഉണ്ടായാൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, അഡ്മിഷൻ കിട്ടത്തുള്ളൂ. കാരണം നല്ല ടൈറ്റ് ആയിട്ട് വരികയാണ് BSc നഴ്സിംഗ് അതുപോലെ പാരാമെഡിക്കൽ കോഴ്സും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇൻഡെക്സ് മാർക്കിൻ്റെ കാര്യം, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് നല്ല മാർക്ക് ഉണ്ടായാൽ മാത്രമേ ഇൻഡെക്സ് മാർക്ക് നമുക്ക് കൂടത്തുള്ളൂ. ഈ ഇൻഡെക്സ് മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ LBS സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അലോട്ട്മെന്റ് സൈറ്റ് എന്ത് ചെയ്യുന്നത്, ഒരു റാങ്ക് ഉണ്ടാക്കുന്നത്. ഈ റാങ്കിന് ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കോളേജിൽ അഡ്മിഷന് അലോട്ട്മെന്റ് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ +1 +2 കഴിഞ്ഞിട്ട് നീറ്റിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ +1 കയറുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ സെന്റേഴ്സ് ഉണ്ടാവും. അതായത് നീറ്റ് ബേസ്ഡ് ട്യൂഷൻ സെന്റേഴ്സ് വരുന്നുണ്ടാവും നിങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ. അതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ +1 +2 ആയിരിക്കും പഠിപ്പിക്കുന്ന, അതിൻ്റെ കൂടെ തന്നെ ഈ നീറ്റിന് ഒന്നുകൂടെ ഫോക്കസ് ചെയ്തിട്ട് പഠിപ്പിക്കുന്നത്. അതായത് നീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, 1 വേർഡ്സ് ആണ് വരുന്നത്. നമ്മുടെ ബുക്കിൻ്റെ എല്ലാ വരീസും എല്ലാ പേജും നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം പഠിച്ചു പോകണം. അപ്പോൾ അങ്ങനെ ഒരു രീതിയാണ് ഈ നീറ്റ് ബേസ്ഡ് ട്യൂഷൻ സെന്റേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നീറ്റിന് അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ MBBS അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നീറ്റ് ബേസ്ഡ് കോളേജസിൽ അല്ലെങ്കിൽ ട്യൂഷൻ സെന്റേഴ്സിൽ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതായത് ഇപ്പോൾ ട്യൂഷന് നമ്മൾ സ്കൂളിൽ പോകുന്നുണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ ഈ നീറ്റ് ബേസ്ഡ് ട്യൂഷൻ സെൻറ്റേഴ്സിലും കൂടെ പോവാം. പിന്നെ നീറ്റ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ മാക്സിമം നല്ല ഹാർഡ് വർക്ക് എടുക്കണം, നല്ലോണം കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാൽ, അതായത് 8-9 മണിക്കൂർ കുത്തിയിരുന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നീറ്റൊക്കെ നല്ല റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് തന്നെ പിന്നെ ഇങ്ങനെ പഠിച്ചിട്ട് പോകണം. പിന്നെ ഇപ്പോൾ എന്തായാലും നമുക്കൊരു കറക്റ്റ് എയിം അല്ലെങ്കിൽ കറക്റ്റ് ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ജോലി അല്ലെങ്കിൽ ഒരു കരിയർ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വേണം കൊണ്ടുപോകാൻ. അപ്പം അധികം ആൾക്കാർ പറയുന്നുണ്ടാവും ഇപ്പോൾ നമ്മൾ അത് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ നമുക്ക് അത് കിട്ടൂല, ഇത് കിട്ടൂല എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു അതിനനുസരിച്ച് നമുക്കെല്ലാം കിട്ടും, ഹാർഡ് വർക്ക് ചെയ്താൽ എല്ലാം കിട്ടും. അപ്പോൾ ഇനി വരുന്ന ഇപ്പോൾ എക്സാം എഴുതുന്ന എല്ലാ +1 +2 സ്റ്റുഡൻസും എന്ത് ചെയ്യണം, മാക്സിമം നല്ല രീതിക്ക് എക്സാം പഠിച്ചിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, എല്ലാവരും നല്ല മാർക്കിന് പാസ്സാകും.